മലയാളത്തിന്റെ മരുമകളായിട്ട് ആളുകൾ സ്നേഹിച്ച ഒരു അഭിനേത്രി എന്ന് പറഞ്ഞാൽ അത് രോഹിണി തന്നെയായിരിക്കും. സോ അത്രയും ശക്തമായ കഥാപാത്രങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ജേർണീനെ ഇപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷമാണെങ്കിലും നോക്കി കാണുന്നത്? ഞാനൊരു റോ സ്റ്റേജിലായിരുന്നു മലയാളത്തിൽ ആദ്യം അഭിനയിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് അഭിനയം എന്താണെന്ന് അറിയില്ല. ഇതൊരു അച്ഛൻ പറഞ്ഞതുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ നോക്കിയത്. പക്ഷേ ഇവിടെ ഞാൻ കണ്ടുമുട്ടിയ ആർട്ടിസ്റ്റും കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റ്സും പിന്നെ ഡയറക്ടേഴ്സും കഥകളും കഥാപാത്രങ്ങളും ഇതൊക്കെ കാണുമ്പോൾ എനിക്കേതോ ഒരു വേറെ ഏതോ ഒരു ഉലകത്തിലേക്ക് നമ്മൾ വന്നുപെട്ടു എന്നുള്ളത് മനസ്സിലായി. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ. വേണുചേട്ടനാണ് എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ഭയങ്കരമായിട്ട് തലയിൽ ഒരു കുട്ടിയിട്ട് പറഞ്ഞത് മാതിരി, നീ എന്താ ചെയ്യുന്നത്, യു ജസ്റ്റ് കമ്മിങ്, ഡയറക്ടർ എന്ത് പറയുന്നു അങ്ങനെ കേൾക്കുന്നു, ഇങ്ങനെ ജസ്റ്റ് യുവർ. അപ്പോൾ അത് ഒരു പ്രോസസ്സ് ആവുന്നില്ല, നിന്റെ മൈൻഡിൽ നീ പ്രോസസ്സ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓരോ സീനിലും ഓരോ കാര്യത്തിലും നീ നിൻ്റേതാക്കിക്കൊള്ളണം എന്നുള്ള. പിന്നെ ഇവിടെയൊക്കെ ഗ്രേറ്റ് ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അവർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക്, അപ്പോൾ നമ്മൾ വന്നു പെട്ടത് ഒരു നല്ല സ്ഥലത്തിലാണ്. ഇറ്റ്സ് എ വെരി വെരി ക്രിയേറ്റീവ് ജോബാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഞാൻ അതിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു നല്ല ഡയറക്ടേഴ്സും നല്ല ക്യാരക്ടേഴ്സും കിട്ടിയപ്പോൾ എനിക്ക് ഒരു ആക്ഷൻ പറഞ്ഞ ശേഷം നമുക്ക് നടക്കുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു ടേസ്റ്റിംഗ് ദി ബെസ്റ്റ് എന്ന്. അപ്പോൾ ആ ടേസ്റ്റ് കിട്ടിയപ്പോൾ ഇനിയും വേണം എന്ന് തോന്നിപ്പിച്ചത് മലയാള സിനിമയും മലയാള ഡയറക്ടേഴ്സ്. ആൻഡ് എപ്പോഴും ഞാൻ ആന്ധ്രയിൽ പോയാലും തമിഴ്നാട്ടിൽ പോയാലും എപ്പോഴും പറയണത് എൻ്റെ ബേസ് മലയാള സിനിമയാണ് എന്ന്. അപ്പോൾ അതിനോടുള്ള ഒരു നന്ദി എപ്പോഴും ഉണ്ട്. ഈ ചെറിയ പ്രായത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയതാണല്ലോ. പക്ഷെ ഞാനൊക്കെ മനസ്സിലാക്കിയത് ചേച്ചി ഒരു 14-15 ആ ഒരു ഏജിലാണോ അഭിനയിച്ചു തുടങ്ങിയതെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ പിന്നീട് ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അല്ല, അതിനേക്കാളും കുഞ്ഞു പ്രായത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നമുക്കൊരു ചെറിയൊരു വീഡിയോ ഞങ്ങൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്, അതൊന്ന് കാണാം. ఓకే, യെസ്. కృష్ణ ఇక్కడున్నావా? రైట్. విన్నావా? వాళ్ళ అన్నమమ్మి విన్నావా? చెప్పు, ఇంకెప్పుడు పొరుగళ్ళకి వెళ్ళనని, ఇలాంటి అల్లరి పనులు చేయనని చెప్పు. ఎంత పని చేశాను అయ్యో నా తండ్రి. నొప్పెట్టిందా నాయన? నా చేతులు పడిపోను. గారాల బిడ్డను ఎంత బాధ పెట్టాను. కృష్ణయ్య, ఇక్కడైనా దెబ్బ తగిలింది? లేదు నాయన. ഒരുപാട് പേർക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല, ആ ഒരു കുട്ടി കൃഷ്ണനാണ് നമ്മുടെ മുന്നിൽ ഇന്ന് വന്നിരിക്കുന്ന ചേച്ചി. അതിൽ ഞാൻ കുട്ടിക്കൃഷ്ണൻ ചെയ്തപ്പോ അതിനേക്കാളും പ്രായം വളർന്ന കൃഷ്ണനാണ് ശ്രീദേവി. She was around I think 13 or 14 years old ആ സമയത്ത്. അപ്പൊ ഈ ഒരു സിനിമയാണ് ആദ്യത്തെ ബാലതാരായിട്ടുള്ള ആദ്യത്തെ സിനിമയാണോ ഇത്? അതെ. ഓക്കെ.